ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ബദാം മിൽക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. പിന്നെ ബദാം നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. കുട്ടികൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇത് പണ്ട് ഞാനും എൻ്റെ സിസ്റ്ററും എറണാകുളം ബ്രോഡ്വേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല ചൂട് ദിവസമായിരുന്നു. അപ്പോൾ കുറേ ബാഗും ഉണ്ട് കയ്യിൽ. അങ്ങനെ ക്ഷീണിച്ച് നടന്നു വരുമ്പോൾ ഇങ്ങനെ ബദാം മിൽക്ക് സെല് ചെയ്യണൊരു ഹിന്ദിക്കാരനുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു, കുടിച്ചു. ഇത്ര ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് ഞാൻ റോഡ് സൈഡിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. അത്ര രസമായിരുന്നു. എനിക്ക് ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് ഓർമ്മയുണ്ട്. പിന്നെ അന്നത്തെ ആ ചൂടും ആ ക്ഷീണവും ഒക്കെ ശരിക്കും ആ കുടിച്ചോടുകൂടി അത് മാറി. നല്ല ഹാപ്പിയായി ഞങ്ങൾ. അപ്പോൾ അന്നത്തെ ഓർമ്മയ്ക്ക് ഞാൻ ഇത് ഉണ്ടാക്കി കുറേ തവണ ട്രൈ ചെയ്തു. എന്നിട്ട് ഫൈനലി എനിക്ക് ആ ടേസ്റ്റ് കിട്ടി. അപ്പോൾ അതാണ് ഇന്ന് ഷെയർ ചെയ്യണത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ നല്ല റിഫ്രഷിങ്ങും നല്ല തണുത്ത ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് സ്കിം മിൽക്ക് അല്ലെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക്, 5 ഏലക്ക, പിന്നെ 5 ഏലക്ക വേണം, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത്, അല്ലെങ്കിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ മതി, ഒരു നുള്ള് കുങ്കുമപ്പൂ സാഫ്രൻ, 30 ബദാം, 5 പിസ്ത, 6 ടീസ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ എൻ്റെ സീക്രട്ട് 3/4 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ. നമ്മൾ ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കുന്ന കസ്റ്റർഡ് പൗഡർ ടീനിൽ കിട്ടുന്നത്, അത് 3/4 ടീസ്പൂൺ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തത്. പിന്നെ ഈ ഡ്രിങ്ക് നന്നായി കോൾഡായിട്ട് സെർവ് ചെയ്യാവൂ. അപ്പോൾ 1/2 കപ്പ് ഐസ് വേണം. അപ്പോൾ ഉണ്ടാക്കാൻ റെഡിയല്ലേ? എല്ലാം റെഡിയാക്ക്. പോസിനേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ 2 രീതിയുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ബാദാം, നമ്മുടെ ആമണ്ട്സ് എടുത്തിട്ട് പാലിൽ വേവിച്ചെടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആദ്യം നമുക്ക് ബാദാം ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എനിക്ക് ഈ മെത്തേഡാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാദാം ചൂടുവെള്ളത്തിൽ, നല്ല ബോയിൽഡ് വാട്ടറിൽ ഇത് സോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്നതാണ്. കുറച്ച് വെള്ളം തിളപ്പിച്ച് നമ്മുടെ ബദാം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ ഈ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. ഏറ്റവും കുറഞ്ഞത് 2-3 മിനിറ്റ് സോക്ക് ചെയ്യണം. കൂടുതൽ നേരം സോക്ക് ചെയ്താൽ അത്രയും എളുപ്പത്തിൽ പീൽ ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മുടെ ഏലക്ക എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം, ഇതുപോലെ കല്ലുമ്മൽ വെച്ചിട്ട്. ഏലക്ക അല്ലെങ്കിൽ ഏലക്ക പൊടി ഉപയോഗിക്കാം. ഇനി നമ്മുടെ 2 കപ്പ് പാലിന് 1 കപ്പ് സോസ് പാനിലിട്ടിട്ട് അതൊന്ന് തിളപ്പിക്കാൻ ചൂടാക്കി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ആ ക്രഷ് ചെയ്ത് ഏലക്ക ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു നുള്ള് നമ്മുടെ സാഫ്രോൺ, നമ്മുടെ കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറ് കിട്ടും, ചെറിയൊരു ഫ്ലേവറും അതിൻ്റേതായിട്ട് കിട്ടും. ഇനി ഇത് ചെറിയ തീയിൽ തന്നെ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും ചെറിയ തീ ആയിരിക്കണം. ആ ഏലക്കയുടെയും കുങ്കുമപ്പൂടെയും ആ മണവും അതിൻ്റെ ഫ്ലേവറും ഒക്കെ നന്നായിട്ട് പാലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ 3/4 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കണം. 3/4 ടീസ്പൂൺ ഇടുന്നുള്ളൂ നമ്മൾ. ഇതൊരു തിക്കനിങ്ങും അതിൻ്റെ ഒരു ചെറിയ ഫ്ലേവറും കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിന് കിട്ടുന്നത്. ഇതിൽ കൂടുതൽ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ കട്ടി കൂടിയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു രീതിയിലായിരിക്കില്ല കിട്ടുന്നത്. ഇതിപ്പോൾ പതുക്കെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇട്ടിട്ട് നന്നായി സ്റ്റർ ചെയ്തിട്ട് 1 മിനിറ്റോളം അപ്പോൾ ഒന്ന് കട്ടിയായി തുടങ്ങും, ചെറിയൊരു കട്ടിയായി തുടങ്ങും. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതിൻ്റെ ഒരു തിക്നെസ് ഇതിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇത് ഇനി അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം, ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇനി നിങ്ങൾക്ക് ചൂടുള്ള ബദാം മിൽക്ക്, ഹോട്ട് ബദാം മിൽക്കാണ് ഇഷ്ടമെങ്കിൽ ചൂടാറണ്ട, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. പക്ഷെ നല്ല തണുത്ത ബദാം മിൽക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അപ്പോൾ നമ്മുടെ ബദാം നന്നായി സോക്ക് ചെയ്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് പീൽ ചെയ്തു ചെറിയ മിക്സർ ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ കാണിക്കുന്നത് വലിയ ഗ്രൈൻഡറിൻ്റെ ജാറാണ്. അതിനേക്കാളും നല്ലത് ചെറിയ മിക്സറിൻ്റെ ജാറ് ഉപയോഗിക്കുന്നതാണ്, കുറച്ചും കൂടി സ്മൂത്തായി കിട്ടണമെങ്കിൽ. ബദാമും പിസ്ത ഉപയോഗിക്കണമെങ്കിൽ പിസ്തയും കൂടി ചേർത്ത് കൊടുക്കുക. പിസ്തയും നല്ലൊരു ഫ്ലേവർ ആഡ് ചെയ്യുന്നതാണ്. അതിലേക്ക് ബാക്കിയുള്ള ആ 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട്
ഐസും ഇടാം. എന്നിട്ട് ഇത് നന്നായി സ്മൂത്ത് ആവണ വരെ അടിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ വലിയ ജാർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ 1 കപ്പ് പാല് മുഴുവൻ ഒഴിച്ച് ഐസും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ചെറിയ മിക്സി ജാറാണെങ്കിൽ ഒരു 1/2 കപ്പിൽ കുറവ് പാലൊഴിച്ചാൽ മതി. അത് നല്ല സ്മൂത്ത് പേസ്റ്റായി കിട്ടിയതിന് ശേഷം നമുക്ക് വലിയ ജാറിലേക്ക് ബാക്കിയുള്ള പാലും ഐസും ചേർത്ത് അടിച്ചെടുക്കണം. ചെറിയ മിക്സി ജാർ ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും കൂടുതൽ നല്ലതാണ്, കാരണം ആ പേസ്റ്റ് അത്ര സ്മൂത്തായി കിട്ടും. ഇതിപ്പോൾ മടി ആയതുകൊണ്ട് ഞാൻ വലിയ ജാറിൽ തന്നെ എല്ലാ പണിയും തീർത്തതാണ്. ശരിക്കും നല്ല സ്മൂത്ത് ആവുന്നതാണ് ടേസ്റ്റിന് നല്ലത്. അപ്പോൾ നമ്മുടെ മിക്സിയിലിട്ട് ഇത് നന്നായി അരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മടി പിടിച്ച് വലുതിൽ ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്, ആ തരി തരിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഏലക്കയൊക്കെ സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. ഇനി ഞാനിത് ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ നല്ല ഒരു ഫോമും നല്ല പതിഞ്ഞ് വരും. ഇതിലേക്ക് ഞാൻ ഒരു 2-3 ഡ്രോപ്പ് നമ്മുടെ ലെമൺ യെല്ലോ ഫുഡ് കളറിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വെറും പ്രസൻറ്റേഷൻ പർപ്പസസിനാണ്, ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും നല്ല രസമായിട്ട് അത് ചില്ല് ചെയ്തെടുക്കണം. നല്ല തണുത്തത് കുടിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ഞാൻ സെർവ് ചെയ്യാൻ നേരത്ത് കുറച്ച് വിപ്പ് ക്രീമും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് പിസ്തയും കുറച്ച് കുങ്കുമപ്പൂവും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. ഒരു സ്ട്രോ ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്ക്, നിങ്ങളും കുടിക്ക്, എന്നിട്ട് എന്നോട് പറയുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. പണ്ടത്തെ ആ എറണാകുളം ബ്രോഡ്വേയിൽ കുടിച്ചതിൻ്റെ ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ കാലത്ത് നമ്മുടെ വാട്സാപ്പും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടാൽ ഇനി ബ്രോഡ്വേയിൽ നിന്നൊന്നും മേടിച്ച് കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.